അപ്പോൾ സാറൊക്കെ എന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ ഞാൻ മരിച്ചു ഇതാണ് അവസ്ഥ. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോം ഫില്ല് ചെയ്യുക. 6 നെറ്റുള്ള ഒരു കൊച്ചായിരുന്നു ഗൈസ്, 6 നെറ്റുള്ള ഒരു കൊച്ച്. ആ കൊച്ചിൻ്റെ മുന്നിലാണ് ഒരു നെറ്റ് പോലും ഇല്ലാത്ത ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ, സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസിൽ വെച്ച് ഞാൻ ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സെൽഫ് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മളുടെ മാർക്കറ്റിലെ വാല്യൂ എന്താണ്, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ടോ, അതോ തുടക്കത്തിൽ നിന്ന പോലെ തന്നെയാണ് ഇനി എനിക്ക് എത്ര പ്രോഗ്രസ് വരാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ കുപ്പിയിലിട്ട ഭൂതം പോലെ ആയിപ്പോൾ ഒരു ഉപകാരം ഇല്ലാണ്ട് സൈഡിലായി പോവും എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ്. ഇന്നൊരു ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോൺഫിഡൻസും ഇല്ലാണ്ടാണ് ഞാൻ പോകുന്നത്. ഓൾ ഓഫ് എ സഡൻ ഞാൻ കുറച്ച് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ലിറ്ററേച്ചറുമായിട്ട് ടച്ച് വിട്ടത് കൊണ്ട് തന്നെ ലിറ്ററേച്ചറിലുള്ള സംഭവങ്ങൾ കുറേ ഒന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ കീഴാറ്റൂരുള്ള അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് നമ്മുടെ ലസ്ക്യം. അങ്ങനെ ഗൈസ് ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനാണ്. നമ്മളിപ്പം ആക്ച്വലി കീഴാറ്റൂര് അൽഷിഫ കോളേജിൽ എത്താനായിട്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് വലിയ ഡിസ്റ്റൻസ് ഇല്ല, 12 കിലോമീറ്റർ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ കമ്മ്യൂട്ട് ചെയ്യാൻ എളുപ്പമുള്ളൊരു കോളേജ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നോക്കുന്നത്. കിട്ടുമോ എന്ന് യാതൊരു ഉറപ്പില്ല, കിട്ടിയാൽ കാണാം. ഞാൻ അവിടെ പോകാനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫിയർ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എസ്പെഷ്യലി കോളേജ് ലെവലിലേക്കൊക്കെ ഉള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായ പേടിയാണ്. അപ്പോൾ ആ പേടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ അൽഷിഫയുടെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ക്യാമ്പസാണല്ലേ. അതെന്താ APJ അബ്ദുൽ കലാം ബ്ലോക്കോ? എന്നെ തനിച്ച് വിട്ട് ഫൈക്കാക്കും ബേബീസും കൂടെ എങ്ങോട്ടോ പോയി. അങ്ങനെ ഞാനും അൽഷിഫ കോളേജും ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ പതിയെ മന്ദം കോളേജിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്നെ യൂണിറ്റിയിൽ പഠിപ്പിച്ച ബാബു സാറൊക്കെയാണ് ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറൊക്കെ എന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ ഞാൻ മരിച്ചു ഇതാണ് അവസ്ഥ. പേടി ഗൈസ്, പേടി. എനിക്ക് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ HR ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോം ഫില്ല് ചെയ്യുക. ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേ സംഭവങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആധാർ കാർഡ്, പാൻ കാർഡിൻ്റെ നമ്പർ, അങ്ങനെ എന്തിനൊക്കെയോ. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ CV. കൊള്ളാമോ? അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് കൊണ്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പേന പോലും ഇല്ലാതെയാണ് ഞാൻ ഫോം ഫില്ല് ചെയ്യാൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അപ്പം ഞാൻ HR-നോട് പറഞ്ഞിട്ട് HR-ൻ്റെ അടുത്ത് നിന്ന് ഒരു പേനയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആക്ച്വലി ഫോം ഫില്ല് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കാൻഡിഡേറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ ആക്ച്വലി ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ടൈം മാറിയതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. അങ്ങനെ എനിക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, ലുബാന അങ്ങനെ എന്തോണ് ആളുടെ പേര്, ലുബാന. അപ്പോൾ അവൾക്കും കൂടെ, അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6 നെറ്റുള്ള ഒരു കൊച്ചായിരുന്നു ഗൈസ്, 6 നെറ്റുള്ള ഒരു കൊച്ച്. ആ കൊച്ചിൻ്റെ മുന്നിലാണ് ഒരു നെറ്റ് പോലും ഇല്ലാത്ത ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സത്യത്തിൽ എൻ്റെ ഏരിയ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ അതിൽ മാത്രമേ എംഫസിസ് കൊടുത്ത് എൻ്റെ 4-5 വർഷം അങ്ങനെ പോയി കോളേജ് കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാണ് എനിക്കൊരു വെളിപാട് പോലെ ഒരു തിരിച്ചറിവുണ്ടായത്. ഇറ്റ് ഈസ് ടു ലേറ്റ്, ഇനിയെങ്കിലും ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ എത്തില്ല എന്ന്. അപ്പം അങ്ങനെ ഞാൻ അതിനുള്ള പരിപാടികളിലാണ് കേട്ടോ. അങ്ങനെ ഹലോ മൈ ഡിയേഴ്സ്, അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി മൈ ഡിയേഴ്സ്. ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. കാരണം 5 ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ബാബു സാറ്, സരിത മിസ്, കമാൽ പാഷ സാറ്, പിന്നെ അവിടുത്തെ ഒരു ഡയറക്ടർ, പിന്നെ എനിക്കറിയാത്ത വേറെ ഏതോ ഒരാൾ. അങ്ങനെ 5 പുലികളാണ് ഗൈസ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. സത്യത്തിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു വെച്ചാൽ ബാബു സാറും സരിത മിസ്സും ഇൻ്റർവ്യൂവിന് ഉണ്ടാവരുതേന്ന്. കാരണം 2 പേരെ എനിക്ക് ഓൾറെഡി അറിയുന്നതല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, എനിക്ക് എന്നെ ഓൾറെഡി അറിയുന്ന ടീച്ചേഴ്സാണല്ലോ, അപ്പോൾ അത് വിഷമിച്ച് പോയതായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായി, 5 ആളുകൾ ഇൻ്റർവ്യൂ. ഷൂട്ടിംഗ് ക്വസ്റ്റ്യൻസ് അറിയാലോ, അങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ.
പക്ഷേ അൽഹംദുലില്ലാ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. സബ്ജക്റ്റ് വൈസ് ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് അവർ ചോദിച്ചത് ഇതിൽ നിന്നായിരുന്നു കേട്ടോ. അതായത് ഐ മീൻ നമ്മുടെ സ്റ്റുഡൻറ്റ് സൈക്കോളജി, പിന്നെ അതുപോലെ തന്നെ ടീച്ചർ സൈക്കോളജി, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്ന സമയത്ത് 6 നെറ്റുള്ളൊരു കുട്ടിയുണ്ട് അവിടെ. 6 നെറ്റുള്ള ഒരു ലേഡി വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക 1.5 വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നപ്പോൾ അവരാണ് ഇൻ്റർവ്യൂവിന് കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു നോക്കാം, എനിക്കിനി ഇൻ്റർവ്യൂ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു റിയലൈസേഷനാണ്. എന്തെന്നറിയോ, ഒരു റിയലൈസേഷൻ മീൻസ് എനിക്കിനി ഒരുപാട് പഠിക്കാനുണ്ട്. 6 നെറ്റും അതുപോലെ ഒക്കെയുള്ള ആളുകളായിട്ടാണ് ഞാൻ കമ്പീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന്. പിന്നെ എനിക്ക് എന്താ, എനിക്ക് എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കാൻ ഇഷ്ടമല്ല. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എപ്പോഴും നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നത് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് സത്യം പറയാൻ ഞാൻ വിചാരിച്ചു എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റുമെന്ന്. കാരണം പൊതുവേ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഗോവിന്ദൻകുട്ടി എന്നാണെന്ന് പറയണ പോലെ പൊതുവേ ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ അല്ലേ പോയി എന്ന് തന്നെ എനിക്കറിയില്ല. ഭയങ്കര ടെൻഷൻ. 5 ആൾക്കാർ എന്ന് പറയുമ്പോൾ 5ഉം സാധാ ലോക്കലായിട്ടുള്ള ആളുകളല്ല. 5 ആളുകൾ പുലികളാണ്. ബാബു സാറ് എല്ലാവർക്കും അറിയുന്നൊരു സാറാണ്. യൂണിറ്റി വിമൻസ് കോളേജിലെ ഇംഗ്ലീഷിൻ്റെ HOD ആയിരുന്നു. പിന്നെ മമ്പാട് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പം അൽഷിഫ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സാറ്. പിന്നെ കമാൽ പാഷ സാർ ഏതോ ഒരു വിമൻസ് കോളേജിൻ്റെ, എനിക്ക് തോന്നുന്നു അൻസാർ വിമൻസ് കോളേജ്, അങ്ങനെ ഏതൊരു വിമൻസ് കോളേജിൻ്റെ തോന്നുന്നു, അതിൻ്റെ പ്രിൻസിപ്പളാണ്. പിന്നെ സരിത മിസ് എനിക്കറിയാം. സരിത മിസ് നെറ്റിൻ്റെ ഒക്കെ കോച്ചിങ്ങിനൊക്കെ പോകുന്ന മിസ്സാണ്. നല്ല സ്കില്ലുള്ള മിസ്സാണ്. പിന്നെ എന്താ പറയുക, പിന്നെ മറ്റു 2 ആൾക്കാർ ഡയറക്ടേഴ്സ്. ഒരു നല്ല സ്കില്ലാണ്. ഫുള്ള് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കയറിയ ടൈമിൽ കുറച്ച് ടൈം ഞാൻ കംഫർട്ടബിൾ ആവാൻ കുറച്ച് സമയം എടുത്തു. കാരണം ഇവിടെ എന്തോ തൊണ്ടയിൽ വെള്ളം വറ്റുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഞാൻ എന്താ പറയുക നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ പറയുക, ബിയോണ്ട് ഹാപ്പിനെസ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ സ്കില്ല് ചില സമയത്ത് നമുക്ക് റിയലൈസ് ആവുമല്ലോ. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഓക്കെ നിനക്കത് പറ്റുമെന്ന്, എനിക്കത് പറ്റുമോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നി എനിക്കിത് പറ്റും എന്നുള്ളത് എനിക്കൊരു റിയലൈസേഷൻ ആയിരുന്നു. അപ്പം അത്രയും ഹാപ്പിനെസ് പറഞ്ഞാൽ അത്രയും ഹാപ്പിനെസ്. ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ ഞാൻ ക്വാളിഫൈ ചെയ്തു എന്നൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റുള്ള ആളുകളെ എടുക്കുള്ളൂ, പ്രിഫറൻസ് അവർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നെറ്റില്ലാതെ പോയിട്ടും എന്നെ പ്രിഫർ ചെയ്യുന്ന രീതിയിൽ എനിക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ സക്സസ്. അപ്പോൾ ഇന്നിനി ഉച്ചയ്ക്ക് ശേഷം കുറേ ഇൻ്റർവ്യൂസ് ലൈൻഡപ്പാണ് അവിടെ. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂസിൽ എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എലിജിബിൾ ആണെങ്കിൽ എന്നെ എടുക്കുമായിരിക്കും. പക്ഷേ ആസ് എ ടോൾഡ് എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. കാരണം ആസ് എ പേഴ്സൺ, ആസ് ആൻ ഇൻ്റർവ്യൂവി എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വലിയ ഹാപ്പിനെസ്. മൈ ഡിയേഴ്സ്, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വന്നത് എന്താ പറയുക, എനിക്ക് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. കാരണം അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പറഞ്ഞാൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജ്. തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളെങ്കിൽ കൂടെ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജാണത്. ആണത്. റോട്ടിൽ പോസ്റ്റായി നിൽക്കുന്ന ജിജിമോനെ കണ്ടിട്ടുള്ള അന്തം വിട്ടുള്ള നോട്ടമാണ്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞത് എൻ്റെ ഇൻ്റർവ്യൂ നന്നായിരുന്നു, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പക്ഷേ നെറ്റില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ തിരസ്കരിക്കപ്പെടുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ ഇൻ്റർവ്യൂ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. പിന്നെ എന്താ പറയുക, അവിടെയുള്ള സാറുമാരും പറഞ്ഞു, ഇൻ്റർവ്യൂ ചെയ്ത ആളുകളും പറഞ്ഞു നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇനി ഇൻ കേസ് ഞാൻ ഹയർ ചെയ്യപ്പെടുകയോ ഞാൻ അവിടെ പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ടൈമിങ് എനിക്കൊരു ചിന്ന ഇഷ്യൂ ഇരിക്കും. കാരണം അവിടെ 8 മണി മുതൽ 3 മണി വരെയാണ് ടൈം. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു ചിന്ന ഇഷ്യൂ ഇരിക്കും. ബാക്കിയെല്ലാം സെറ്റ്. ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഹാപ്പിനെസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.